വട്ടിയൂർക്കാവിൽ നായർ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്നാലേ ജയിക്കുള്ളൂ എന്നൊരു ട്രെൻഡ് അവിടെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിലെ നിലവിലെ സാഹചര്യം വെച്ച് ശ്രീ കെ മുരളീധരൻ സാർ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. വൈഷ്ണവ നായർ സമുദായത്തിൽ പെടുന്ന ആളാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ആണോ? കോൺഗ്രസ് കുറച്ചും കൂടി ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സീറ്റുകൾ കയ്യിൽ ഒതുക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരിക്കലും ഇല്ല. അതൊട്ടും തന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വ്യക്തിപരമായി അടുപ്പമുള്ള ആളായിരുന്നോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട്? നമ്മൾ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ കമന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇതിൽ കൂടുതലൊരു തീരുമാനമൊന്നും പാർട്ടി എന്നുള്ള നിലയിൽ മറ്റു പാർട്ടികളൊന്നും ചെയ്യാത്ത കാര്യം കൂടിയാണ്. മറ്റു പാർട്ടികൾ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും പേരെടുത്ത് സൂചിപ്പിക്കാൻ? മുകേഷ് സാറിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അത്തരം തീരുമാനങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും വന്നിട്ടില്ല. വലിയൊരു വിജയം കോൺഗ്രസിന് സംഭവിക്കും എന്ന് കരുതുന്നുണ്ടോ? നിലവിലുള്ള കേരള സർക്കാരിനോട് ഒട്ടും തന്നെ വലിയ താല്പര്യമില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അവർക്ക് മടുത്തു. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തിരുവനന്തപുരം ജില്ല ആരാണോ കൂടുതൽ സീറ്റ് ജയിക്കുന്നത് അവരായിരിക്കും കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞ ട്രെൻഡ് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ട്രെൻഡാണ്. അത് ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്ന് 14 സീറ്റുണ്ട്. ഇന്ന് വെറും ഒരു സീറ്റിൽ മാത്രം ഒതുക്കപ്പെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഏതൊക്കെ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് വൈഷ്ണവ് കരുതുന്നത്? അല്ല, ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ല, ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഈ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിക്കാനുള്ള കാരണം, നമ്മൾ തിരുവനന്തപുരത്ത് ഇരുന്നാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ്. തിരുവനന്തപുരം ജില്ലയുടെ KSU ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. തിരുവനന്തപുരമാണ് പ്രവർത്തന മണ്ഡലം. അതുപോലെ തന്നെ എല്ലാ രീതിയിൽ നോക്കിയാലും തിരുവനന്തപുരമാണ് ചർച്ചാ വിഷയമാക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ അത് തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് മൊത്തത്തിൽ കറങ്ങാതെ തിരുവനന്തപുരം ഒന്ന് കറങ്ങി നമുക്കിങ്ങനെ കേരളത്തിലേക്ക് പോകാൻ ഓർത്ത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിലാണ്. നമ്മൾ വളരെ നന്നായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള പ്രിപ്പയറിങ്ങിലാണ് നമ്മൾ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സീറ്റാണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിലും വലിയ വിജയമായിരിക്കും. കാരണം വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് നമുക്ക് വിജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റാണ്. നമ്മുടെ മുൻ KPC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ മുരളീധരൻ സാർ വട്ടിയൂർക്കാവിന്റെ ആയിരുന്നു. അതെ, പിന്നെ അദ്ദേഹം ഇന്നും വട്ടിയൂർക്കാവിൽ ലൈവായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം അത് കളഞ്ഞിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിനെ തന്നെ ബന്ധപ്പെടുത്തി ചോദിക്കാം. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കുമോ അതോ വൈഷ്ണവ് സുരേഷ് മത്സരിക്കുമോ? കെ മുരളീധരൻ സാർ മത്സരിക്കും എന്നുള്ളതാണ്. വൈഷ്ണവ് സുരേഷ് എന്തായാലും മത്സരിക്കാനുള്ള സാധ്യത. അല്ല, പൊതുവേ ഞാൻ പറയാം. അതായത് പല മാധ്യമങ്ങളിലും കാണുന്നു ഒരു സ്ത്രീ കാൻഡിഡേറ്റിനെ അവിടെ അവതരിപ്പിക്കാനാണ് താല്പര്യം. അപ്പം VK പ്രശാന്ത് വേഴ്സസ് വൈഷ്ണവ് സുരേഷ് വേഴ്സസ് നമുക്ക് BJPയിൽ ആരാണ് വരുന്നതെന്ന് കണ്ടറിയാം. എനിക്കൊന്ന് കുമ്മനം രാജശേഖരേട്ടനൊക്കെ വരുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് പുരുഷന്മാരുടെ ഇടയിലൂടെ സ്ത്രീപക്ഷ വോട്ടുകൾ നേടി വൈഷ്ണവ് സുരേഷിന് ഈസി ആയിട്ടൊരു വാക്കോറുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി പാർട്ടി അത് അനൗൺസ് ചെയ്തിട്ടില്ല. അതില്ല. ഇതിനെക്കുറിച്ച് യാതൊരു അപ്ഡേഷൻസും എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാനും എൻ്റെ പാർട്ടിയും അറിയാത്തൊരു കാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. ഒന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നിലവില് പാർട്ടിയും എൻ്റെ വാർഡിലുള്ള ആളുകളും ചേർന്ന് എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ടൊരു പോസ്റ്റ് ഉണ്ട്. അത് ഔദ്യോഗികമായി തന്നെ നിർവഹിക്കുന്ന കൂട്ടത്തിലാണ് നിലവിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് അടുത്ത 5 വർഷത്തേക്കുള്ള ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനമാണ്. അപ്പോൾ അത് മറികടന്നുകൊണ്ട് ഏത് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് മുട്ടട? വട്ടിയൂർക്കാവാണ്. പിന്നെന്താ കുഴപ്പം? കൂടി വലിയ രീതിയിൽ പ്രവർത്തിക്കത്തില്ല ജനങ്ങൾക്ക്? അങ്ങനെയല്ലല്ലോ, നമ്മളെ ആളുകൾ വിശ്വസിച്ചേൽപ്പിച്ച പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുമോ? അത് പാർട്ടിയുടെ തീരുമാനം. അല്ല, പോട്ടെ, അതാണ് ചോദിക്കുന്നത്. പാർട്ടി വട്ടിയൂർക്കാവിൽ ഒരു പയറ്റിക്കോ, ഒന്ന് ശ്രമം നടത്ത് എന്ന് പറഞ്ഞ് കയ്യിൽ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് മത്സരരംഗത്തേക്ക് ഇറക്കുകയാണെങ്കിൽ മത്സരിക്കും. അപ്പൊ തിരിച്ചു പറയുന്ന ഉത്തരം എനിക്കറിയാം. ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക രീതിയിൽ ഞാൻ മത്സരിക്കും. ഒരിക്കലും അല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടി ഒരു കാൻഡിഡേറ്റിനെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ്, അവരുടെ ഒരു കാൻഡിഡേറ്റിനെ
ഒരു സ്ഥലത്ത്, അത് വാർഡായിക്കോട്ടെ, നിയോജക മണ്ഡലമായിക്കോട്ടെ, ഒരു മണ്ഡലമായിക്കോട്ടെ, ഒരു സ്ഥലത്ത് മത്സരിക്കാൻ നിയോഗിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടായിരിക്കണം, അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യം എല്ലാം നോക്കിയിട്ടായിരിക്കണം അത് ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. അപ്പോൾ വട്ടിയൂർക്കാവിലെ നിലവിലെ സാഹചര്യം വെച്ച് ശ്രീ കെ മുരളീധരൻ സാർ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. ചിലപ്പോ മറ്റൊരു സീനിയർ കാൻഡിഡേറ്റ് വരുമായിരിക്കാം. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ നായർ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്നാലേ ജയിക്കുള്ളൂ എന്നൊരു ട്രെൻഡ് അവിടെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ട്രെൻഡ് കേട്ടിട്ടില്ല. എനിക്ക് ആ ട്രെൻഡിനെ കുറിച്ച് വലിയ അറിവില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ സമുദായം നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവരുമാണെന്നല്ല, ജനറലൈസ് ചെയ്തല്ല കേട്ടോ പറയുന്നത്. ജനറലൈസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നില്ല. എന്നിൽ പോലും കൃത്യമായിട്ട് മതം നോക്കി, കൃത്യമായിട്ട് സമുദായം നോക്കി, കൃത്യമായിട്ട് അതുപോലെ തന്നെ അളന്ന് മുറിച്ച് വോട്ട് ചെയ്യുന്നവർ ഈ സമൂഹത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും ആണെന്നല്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇത് വന്നാൽ, പ്രാതിനിധ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നായർ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരട്ടെ എന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് വൈഷ്ണയ്ക്ക് അനുകൂലമാവുമോ പ്രതികൂലമാവുമോ? അല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇപ്പോൾ ആ സമുദായത്തിൽ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്. നമുക്ക് മുൻപുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുള്ള സ്ഥലം കൂടിയാണ് വട്ടിയൂർക്കാവ്. വൈഷ്ണ നായർ സമുദായത്തിൽ പെടുന്ന ആളാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ആണോ? അല്ല, അതിപ്പോ സമുദായം പറയാൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. വട്ടിയൂർക്കാവായാലും തിരുവനന്തപുരം സെൻട്രലായാലും നേമമായാലും കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലം എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് പോലെ ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള പാർട്ടി ലീഡർഷിപ്പ് ഉള്ള നേതാക്കന്മാരുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെ എന്നേക്കാൾ യോഗ്യതയുള്ള ആളുകൾ മറ്റുള്ളവരുണ്ടാകാം. ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? തീർച്ചയായും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒന്ന് വട്ടിയൂർക്കാവ് ചിലപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ മേയർ ബ്രോ തോക്കുവോ? അതറിയില്ല. വി കെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ കാൻഡിഡേറ്റ് എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയായിരിക്കും. ആരാന്ന് നമുക്ക് വെയിറ്റ് ആൻഡ് സീ, അതാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു സാധ്യത പിന്നെ വേറെ ആർക്കാം? മേയർ ബ്രോൻ എങ്ങനെയാണ് പരിചയമുണ്ടോ? വി കെ തീർച്ചയായും. പ്രശാന്തായിട്ട് വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം, നല്ല അനുഭവം? അനുഭവമായിട്ടൊന്നുമില്ല, കണ്ടറിയാം, സംസാരിക്കാറുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ഒരാൾ അധികം പുകഴ്ത്തണ്ടെന്ന് ഓർത്താണോ പറയാത്തത്? ഇല്ല, നമ്മളങ്ങനെ വളരെ വലിയ ക്ലോസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ എം എൽ എ ആണ്, അപ്പോൾ കാണും. എന്തെങ്കിലും സഹായത്തിനൊക്കെ പോയി കൃത്യമായിട്ട് ചെയ്തു തരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ പോയിട്ടുണ്ടോ? എം എൽ എയുടെ അടുത്തേക്ക് ഡയറക്റ്റ് പോയിട്ടില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എല്ലാം നമ്മൾ പാർട്ടിപരമായിട്ട് ചെയ്യും അല്ലേ? കണക്ഷൻസ് ഉള്ളത്. നമുക്ക്, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ നമ്മൾ അതിലേക്ക് വരും. നമ്മുടെ പോഡ്കാസ്റ്റ് ഒരു ഇത് കഴിഞ്ഞ്, നമ്മുടെ ചെറിയ കുറച്ച് ഇത്തരത്തിലുള്ള ഇത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊരു പോഡ്കാസ്റ്റ് കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് അപ്പം ഏതാണ് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു? അല്ല, ഞാൻ പറഞ്ഞ പോലെ വട്ടിയൂർക്കാവ് ഉൾപ്പെടെ വരുന്ന, തിരുവനന്തപുരം സെൻട്രലിൽ വരുന്ന ഒരുപാട് സ്ഥലങ്ങൾ. സെൻട്രലിൽ എന്താ ശിവകുമാർ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി? അതറിയില്ല. പാർട്ടി അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഉള്ള അനാലിസിസ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്നറിയോ? അതായത് തിരുവനന്തപുരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് നേമം BJP പിടിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ കാട്ടാക്കട BJP പിടിക്കാൻ സാധ്യതയുണ്ട്, കഴക്കൂട്ടം BJP പിടിക്കാൻ സാധ്യതയുണ്ട്, വട്ടിയൂർക്കാവ് BJP പിടിക്കാൻ സാധ്യതയുണ്ട്, ആറ്റിങ്ങൽ വേണമെങ്കിൽ BJP പിടിച്ചേക്കാം എന്ന് പറയുകയാണ്. അതായത് കഴിഞ്ഞ നിയമസഭയ്ക്കും പറഞ്ഞതാണെന്ന് കൂടി ഓർക്കാം. അതാണ് അത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഈ 14 അല്ല, ആ സമയത്തപ്പം നഗരസഭ പിടിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ അവർക്ക് പിടിക്കില്ല എന്ന് പറയുന്ന സാഹചര്യമല്ല ഇന്ന് ഒരു നഗരസഭ പിടിക്കാമെങ്കിൽ, അതും നഗരസഭയിൽ എനിക്ക് തോന്നുന്നു ഈ 3 ഇടത്ത് ഇവർ തന്നെയാണ് ലീഡ് അല്ലേ? വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും ഇവർ തന്നെയാണ് ലീഡ് അല്ലേ? നഗരസഭ വെച്ച് നമുക്ക് ഒരിക്കലും നിയമസഭയെ ആ ഒരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. വോട്ടിംഗ് പാറ്റേൺ വേറെ തീർച്ചയായും. കാരണം നഗരസഭ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അക്സസിബിൾ ആവുന്നത് ആരോ, അവര് കൂടുതലും അവരെയാണ് ചൂസ് ചെയ്യുക. അപ്പൊ അതാണ് അതിന്റെ ഒരു വോട്ടിംഗ് ട്രെൻഡ് മാറുന്നത്. മറിച്ച് നിയമസഭ വരുമ്പോ അങ്ങനെ ആവണം എന്നില്ല. രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്ന്. ഞാൻ പറയുന്നത് കോൺഗ്രസ് കുറച്ചും കൂടി ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സീറ്റുകൾ
കയ്യിൽ ഒതുക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കുറച്ചും കൂടി ആത്മപരിശോധന നടത്തേണ്ട സമയമായി. തിരുവനന്തപുരം ജില്ലയിലത്തെ കാര്യമാണ് പറയുന്നത്. ടോട്ടലി ചിലപ്പോൾ ഒരു 10-65 സീറ്റ് 75 സീറ്റൊക്കെ വന്ന് അധികാരത്തിലെത്താം. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ സീറ്റ് പിടിക്കാനുള്ള പ്രവർത്തനം നിങ്ങളൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുഖം കോൺഗ്രസിൻ്റെ. നിങ്ങളൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുക, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടായി. പക്ഷേ എങ്കിൽ പോലും കുറച്ച് വിജയം പിന്നോട്ടടിക്കുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു കാരണമായി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ, മത്സരിച്ച് വിജയിച്ച ഒരു ആളാണ് ഞാൻ. നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരിക്കലും ഒരു വീട്ടിൽ പോകുമ്പോൾ ഇന്നേ വരെ ഈ പറഞ്ഞ പോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ നമ്മളോടൊരു കാര്യം ചോദിക്കുകയോ അതേക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊട്ടും തന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും. ഈ വ്യക്തിപരമായി അടുപ്പമുള്ള ആളായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട്? ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളല്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന സിറ്റിംഗ് എം.എൽ.എ. ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മള് പല സ്ഥലങ്ങളിലും വെച്ചു, അതായത് നമ്മുടെ പാർട്ടി പരിപാടികളിൽ വെച്ചും ഒക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളെല്ലാവരും വർക്ക് ചെയ്തിരുന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത ആളുകളാണ്. എല്ലാവരും തിരുവനന്തപുരത്ത് നിന്നും പല ജില്ലകളിൽ നിന്നും ആളുകൾ വന്ന് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടൊക്കെ അറിയാം. അതിൽ നമ്മൾ അറിഞ്ഞുകൂടാ എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഈ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഇന്നെന്ന് തോന്നുന്നു വീഡിയോ കണ്ടു. രമേശ് ചെന്നിത്തല സാറ് ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാടി എഴുന്നേക്കുന്നു, കണ്ട ഭാവം പോലും നടിക്കാതെ മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന് ആ സമയത്തുള്ള എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം അവിടെ നിന്ന് എണീറ്റ് ആ പരിപാടി തീരുന്നതിന് മുമ്പ് എണീറ്റ് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ അദ്ദേഹത്തെ കാര്യത്തെ കുറിച്ച് കൂടുതൽ കമന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടിട്ടുണ്ടാവാൻ സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യകതയൊന്നുമില്ല എന്ന അഭിപ്രായക്കാരിയാണോ? ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു വിഷയത്തിന് ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്ന പോലെ ഏതൊരു വിഷയത്തിനും ചിലപ്പോൾ രണ്ട് വശം ഉണ്ടാകാം. ഇപ്പൊ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആകാം, പൊളിറ്റിക്കലി വന്ന ഒരു ഇഷ്യൂ ആകാം. ചിലപ്പോൾ അതൊരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമുള്ളൊരു പ്രശ്നവുമാകാം. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ കേസിനൊന്നും തെളിവുകളൊന്നും ഹാജരാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന അൾട്രാ ഫേക്ക് ആണ് തെളിവ് അത് കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്, അത് തികച്ചും തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതലായി അതിൽ ന്യായീകരിക്കാനൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ നിലപാടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഈ പാർട്ടിയുടെ തീരുമാനം, പാർട്ടി അനുയോജ്യമായ സമയത്ത് തന്നെയാണ് തീരുമാനം എടുത്തതെന്ന് തന്നെയാണ്. വേറൊരു പാർട്ടി അത് നമുക്ക്, ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി നമ്മളൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ അഭിമാനത്തോടെ കോൺഗ്രസിൻ്റെ ആ പ്രവർത്തനത്തെ കാണുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കാണുന്നത്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം വന്ന ആ സെക്കൻഡിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയിൽ നിന്നല്ല, ആദ്യം ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം പിന്നീട് ശക്തമായി തന്നെ വീണ്ടും ആരോപണം വരുമ്പോൾ തീരുമാനം എടുക്കാനില്ല, മാക്സിമം ആണ്. അതൊക്കെ യങ്ങായിട്ടുള്ള ഒരാളെ ആദ്യം ഈ പറഞ്ഞ പോലെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അദ്ദേഹം തന്നെ രാജിവെക്കുന്നതാണ്. അപ്പൊ നീക്കം രാജിവെച്ചാണോ അതോ ആവശ്യപ്പെട്ട് മേടിച്ചാണോ? രാജിവെക്കുന്നതാണല്ലോ. ആണോ? അങ്ങനെയായിരുന്നു. പിന്നെ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടാവാം. അല്ല, ഞാൻ കേട്ടിരിക്കുന്നത് രാജി ആവശ്യപ്പെട്ടു രാജിവെച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ? എനിക്ക് അതിനെ കുറിച്ച് വലിയ കാരണം നമ്മൾ ഈ ഇലക്ഷന്റെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ഇതിൽ കൂടുതലൊരു തീരുമാനമൊന്നും പാർട്ടി എന്നുള്ള നിലയിൽ അത്രയും വലിയ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും വില അല്ലെങ്കിൽ അത്രയും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു പാർട്ടികളൊന്നും ചെയ്യാത്ത കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും മറ്റു പാർട്ടികൾ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും പേരെടുത്ത് സൂചിപ്പിക്കുന്നില്ല. ഇപ്പോ ശ്രീ മുകേഷ് സാറിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോ അത്തരം
തീരുമാനങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നിട്ടില്ല. അല്ല, അത് ശരിയാണ്. ഈ മുകേഷ് സാറിൻ്റെ വിഷയം നമ്മൾ 100% അംഗീകരിക്കുന്നു. എങ്കിൽ പോലും മറ്റൊരു വ്യക്തിക്കുമേൽ വരാത്ത രീതിയിലുള്ള ആരോപണങ്ങളും തെളിവുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത്. അല്ല, അതല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും മുകേഷിനെതിരെ വന്നിരിക്കുന്നത് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. അതും കൃത്യമായിട്ട് തെളിവുകളുണ്ട്, കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിക്കെതിരെ ആരോപണം വന്ന് അതിനുശേഷം ഇപ്പോൾ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ പി കെ ശശിക്കെതിരെ വന്നിട്ടുണ്ട് മണ്ണാർക്കാട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് 25-26 വയസ്സേ ഉള്ളൂ. എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം തെളിവുകൾ ഒരു വ്യക്തിക്കെതിരെ ലൈംഗിക ആരോപണത്തിൽ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രത്തോളം എന്താ പറയുക, അത്രയും മുകളിൽ നിന്ന് പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുമോ? അല്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം ആ വ്യക്തി ഇന്നും പബ്ലിക് മീറ്റിംഗ്സിലെല്ലാം വന്നുപോയ ആളാണ്. അപ്പോൾ പിന്നെ തീരെ ഡൗൺ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുള്ളി ലൈവായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ യങ് കാൻഡിഡേറ്റ്സിന്റെ ഇടയിലൊക്കെ വളരെ അത്രയും നന്നായി ലൈവായി നിന്നൊരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം തിരിച്ചു വന്നാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്ക് അത്തരം ഒരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്, തികച്ചും തെറ്റാണത്. അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ചു വന്നാലും നമുക്കൊന്നുമില്ല, വന്നില്ലെങ്കിൽ നമുക്കൊന്നും. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. നമുക്ക് അതിൽ കൂടുതലായിട്ട് കമന്റ്സ് പറയാനൊന്നും തന്നെയില്ല. അത്രയും കൊണ്ട് നമ്മൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത്, അടുത്തത് ഇനി വരാൻ പോകുന്നത് 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഈ ഒരു ട്രെൻഡ് ആവർത്തിച്ചുകൊണ്ട് തന്നെ വലിയൊരു വിജയം കോൺഗ്രസ്സിന് സംഭവിക്കും എന്ന് കരുതുന്നുണ്ടോ? കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ ഒരു വ്യക്തി അധികാരത്തിലെത്തും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. വിശ്വസിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്, ഉറപ്പിക്കുന്നു. നിലവിലുള്ള ട്രെൻഡ് തന്നെ നമുക്ക് നോക്കാമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ നമുക്കത് വ്യക്തമാണ്. നമ്മൾ പിന്നെ അതിൽ കൂടുതലായി അതുകൊണ്ട് മാത്രം അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായും. ഇതിനേക്കാൾ വലിയ വിജയം 2010 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2011 കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നത്. അതും ഇന്നും കരുതുന്നു VS ഒന്നുകൂടി മുഖ്യമന്ത്രിയാകണ്ട എന്ന് ചില തലത്തിൽ നിന്നുമുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് ചില സീറ്റുകൾ കളഞ്ഞു കുളിച്ചതാണ് CPM എന്നാണ് പറയുന്നത്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇത്ര നാൾ ഈ 15 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനും UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് 72 അല്ലെങ്കിൽ 73. അവസാനം ഒരു സീറ്റോട് കിട്ടി 73 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയാണ്. ആ സംഖ്യ പിന്നീട് 49 41. ഇനി അതിലേക്ക് കടക്കണമെങ്കിൽ 30 സീറ്റ് അഡീഷണൽ പിടിക്കണം. അത് സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു നിൽക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരും തന്നെ ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്ന ആളുകളാണ്. അപ്പോൾ ഈ ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അവർക്ക് നിലവിലുള്ള കേരള സർക്കാരിനോട് അല്ലെങ്കിൽ നിലവിലുള്ള ഭരണ സമിതിയോട് ഒട്ടും തന്നെ വലിയ താല്പര്യമില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അവർക്ക് മടുത്തു എന്നുള്ളൊരു ടേംസിലാണ് ആളുകൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ 9.5 വർഷം 10 വർഷമാകാൻ പോകുന്നു. അപ്പോൾ അവർക്കൊരു മാറ്റം എന്നുള്ളൊരു രീതിയിലേക്കാണ് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ചിന്തയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും UDFന്റെ ഒരു തരംഗം തന്നെ ആയിരിക്കും വരുന്ന നിയമസഭയിലും വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും. ആ ഒരു സ്ഥാനത്തേക്ക് BJP എത്ര സീറ്റ് വരെ പിടിക്കാൻ സാധ്യതയുണ്ട്? BJP കേരളത്തിൽ ഒരു സീറ്റ് പോലും പിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമം പോലും പിടിക്കില്ല? ഇല്ല. നിയമം വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ ചോദിക്കാം. അതായത് നിയമത്തിൽ കഴിഞ്ഞ തവണ അക്കൗണ്ട് പൂട്ടിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച് ഞാൻ വിശ്വസിക്കുന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ അവിടെ 34,000-ഓളം വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈസി വാക്കോറായിരുന്നു BJPക്ക്. എനിക്ക് തോന്നുന്നു 5,000-ഓളം ഭൂരിപക്ഷം, ചെറിയ ഭൂരിപക്ഷമാണ്. ഈ നിയമസഭയിൽ 5,000 വോട്ട് എന്നൊക്കെ പറയുന്നത് ചെറിയ ഭൂരിപക്ഷമാണ്. ഒരു 2,500 വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരാണ് അവിടെ മത്സരിക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെ മത്സരിച്ചാൽ സ്വാഭാവികമായിട്ടും V ശിവൻകുട്ടി വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ, അവിടെ ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി? അങ്ങനെ UDFന്റെ ഒരു സ്ഥാനാർത്ഥി ഇനി ഉണ്ടോ അവിടെ? അല്ല, UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത്
ഞാൻ ഇവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതില്ല. അല്ല എങ്കിൽ അത് പോലും പല യു ഡി തലങ്ങളിലൂടെ എഫിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവിടെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ ശക്തനായ വരും. ഒരു സ്ഥാനാർത്ഥി തന്നെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മാത്രം ശക്തരായ സ്ഥാനാർത്ഥികൾ നേമത്ത് മത്സരിക്കാൻ തയ്യാറായി കോൺഗ്രസിനുണ്ടോ? ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയും ലീഡർഷിപ്പ് ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്നലെ ഇന്നോ വന്ന പാർട്ടി അല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നേതാക്കന്മാർ നമുക്കും ഉണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പിലുള്ള ഒരാൾ തന്നെ വന്ന് മത്സരിക്കാനാണ് സാധ്യത. പിന്നെ എന്തുകൊണ്ട് കെ എമ്മിനെ കഴിഞ്ഞ അവിടെ നിർത്തി? എന്താ കെ എം മോശമാണോ? അല്ല, കെ എം നമ്പർ 1 സ്ഥാനാർത്ഥി ഞാൻ പറയുന്നു. അപ്പോൾ വേറെ അതിനേക്കാൾ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ കെ എമ്മിനെ പോലെ ഒരാളെ ഇനി കെ എം മോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, നമ്മള് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കെ മുരളീധരൻ. ആശയം കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നേതാവാണ്. ഞാൻ എന്തിൻ്റെ അടിയിൽ കൊണ്ടേയും കെ എമ്മിൻ്റെ ഇതാണ് കെ എം ലവ് ഒരു ചിഹ്നം ഞാൻ കമൻറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോളം വരുന്ന ഒരു പ്രൗഢിയുള്ള ഒരു നേതാവിനെ വേറെ കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ ബി ജെ പി അവിടെ അധികാരത്തിൽ വരില്ലേ? അങ്ങനെ ജയിക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ ഓരോ വശങ്ങളും അനലൈസ് ചെയ്തിട്ടായിരിക്കും പാർട്ടി ഒരു തീരുമാനം എടുക്കുക. അപ്പൊ അത് ആ ഒരു സീറ്റ് അങ്ങനെ വെറുതെ വിട്ടുകളയാൻ സാധ്യതയില്ല. യൂത്തിൽ തന്നെ നിൽക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കാം, യൂത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ്? യൂത്തില് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു. യൂത്തിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ്? ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ഒരുപാട് 2-3ഓളം പേരുകളുണ്ട്. ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ സാർ ഞങ്ങളുടെ വട്ടിയൂർക്കാവിന്റെ MLA ആയിരുന്നു. അദ്ദേഹം ഇന്ന് വട്ടിയൂർക്കാവിന്റെ മുക്കിലും മൂലയിലും എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഓടിയെത്തുന്ന ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തെ വളരെ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ട് വളർന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ വളരെ വലിയ ഇഷ്ടമാണ്. പിന്നെ ശ്രീ കെ സി വേണുഗോപാൽ സാറിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഒരു അപ്പർ ഹാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും വളരെ നന്നായി ബഹുമാനിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. പിന്നെ രമേശ് ചെന്നിത്തല സാറുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവുണ്ട്. ശ്രീ VD സതീശൻ സാറൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവർത്തനത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? VD സതീശൻ സാറിന്റെ ഈ 2021 തൊട്ട് ഇപ്പോൾ 26 അടുത്ത തെരഞ്ഞെടുപ്പിനെ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രവർത്തനം നോക്കി കാണുന്നത് പ്രതിപക്ഷ നേതാവ്? അദ്ദേഹം വളരെ സ്ട്രോങ് ആയി നിലപാടുകൾ പറയുന്ന, വ്യക്തമായിട്ട് തന്നെ നിലപാടുകൾ പറയുന്ന ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളോട്, അദ്ദേഹം പറയുന്ന രീതികളോട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമന്റ്സിനോടൊക്കെ നമ്മൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിരിക്കുമ്പോൾ അത്തരം നേതാക്കന്മാരോട് നമുക്ക് പ്രത്യേകം ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. മുഖ്യമന്ത്രി ആവുമോ? മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അല്ല, ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ നഗരസഭയിലാണെങ്കിലും പലയിടത്തും, ഇപ്പം നമ്മുടെ കൊച്ചി നഗരസഭയിലാണെങ്കിൽ പോലും ദീപ്തി ചേച്ചിയായിട്ട് നേരിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളതും ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ്. ദീപ്തി ചേച്ചി ഉൾപ്പെടെ പറയുന്നത്, പലരും പറഞ്ഞു കേൾക്കുന്നത്, ജയിച്ചു വരുന്ന കാൻഡിഡേറ്റിൽ നിന്നും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ സൃഷ്ടിക്കുമെന്നുള്ള, അങ്ങനെ തന്നെയാണ് കർണാടകയിൽ നടന്നത്, അങ്ങനെ തന്നെയാണ് നമ്മുടെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി തെലങ്കാനയിൽ നടന്നത്, അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ KC പക്ഷം, ചെന്നിത്തല പക്ഷം, അന്ന് ആണെങ്കിൽ ഇന്നിപ്പോൾ KC പക്ഷം, ചെന്നിത്തല പക്ഷം, അതുപോലെ VD സതീശൻ പക്ഷം എന്നൊക്കെ പറഞ്ഞ കുറേ പല പക്ഷങ്ങളാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ MLA ഉണ്ടാക്കുന്ന ആളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു വടംവലി നടക്കുകയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പരാജയപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ടോ? ഇല്ല, ഒന്നാമത്തെ കാര്യം ഈ ഒരു പക്ഷം പറഞ്ഞല്ലോ, KC പക്ഷം, VD പക്ഷം എന്നൊക്കെ പറഞ്ഞല്ലോ, അത്തരത്തില് ഭയങ്കര സ്ട്രോങ് ആയുള്ള ഒരു പക്ഷാഭേദം നമ്മുടെ പാർട്ടിക്കകത്ത് ഉണ്ട് എന്ന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തന്നെ അത് ഈ പറഞ്ഞ പോലെ പക്ഷാഭേദങ്ങളൊന്നും നോക്കാതെ തന്നെ ലീഡർഷിപ്പ് എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി ഫൈറ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയി കഴിയുമ്പോൾ എല്ലാവർക്കും അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ കല്ലുകടികൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്.